ഹലോ വെൽക്കം ടു ചിത്താവി ഡിലൈറ്റ്സ്. നമ്മളിപ്പോൾ വേൾഡ് ഓഫ് സിവിങ് കമ്പനി എന്ന് പറയുന്ന ഒരു ഷോപ്പിൻ്റെ ഫ്രണ്ടിലാണുള്ളത്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പിംഗ് ആകാമെന്ന് കരുതിയാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. 5 to 50 റിയാൽ വരെയുള്ള സാധനങ്ങളാണ് ഇവിടെ ബേസ് റേഞ്ചിലുള്ളത്. അതിപ്പോൾ കിച്ചണിലേക്കുള്ളതായാലും കുട്ടികൾക്ക് സ്റ്റഡി മെറ്റീരിയൽസിന് ആവശ്യമുള്ളതായാലും ലോണ്ട്രി ഐറ്റംസ് ആയാലും ഇനി അതല്ല കുട്ടികളുടെ ഒരു വലിയ ടോയ് സെക്ഷൻ ആയാലും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. കുട്ടികളെയൊക്കെ കൊണ്ടുവന്നാൽ അവർ ഭയങ്കര ഹാപ്പി ആവുന്ന ഒരു പ്ലേസ് ആണ്. അതുപോലെ തന്നെ മേക്കപ്പ് ഐറ്റംസും കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെയുണ്ട്. ക്വാളിറ്റിയുള്ള നല്ല നല്ല ബാഗുകളൊക്കെ ഉണ്ട് കേട്ടോ. ഫ്രൈഡേ അല്ലേ, ഒരു ചെറിയ ഷോപ്പിംഗ് ഒക്കെ ആയേക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങോട്ട് വന്നത്. വെറൈറ്റി ആയിട്ടുള്ള ജഗ്സും പാത്രങ്ങളും പാൻസും ഒക്കെ ഇപ്പോൾ എനിക്കൊരു വീക്ക്നെസ്സായി മാറിയിരിക്കുകയാണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാൻ നമുക്ക് അഫോർഡബിൾ റേഞ്ചിൽ ഇതൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി പാരഡൈസ് പോലെ നമുക്ക് തോന്നിയേക്കും. ലോണ്ട്രി ഐറ്റംസും ഏകദേശം അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ്. ഡിസ്കൗണ്ട് സെയിൽസും നടക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ വലിയൊരു ക്ലോത്ത് സെക്ഷൻ ഉണ്ട്. അബായയും ഷോൾസും ഷ്രഗ്സും ഒക്കെ ആയിട്ട്. ഞാനിട്ടിരിക്കുന്ന ഓപ്പൺ ഷ്രഗ് കൊള്ളാമല്ലേ. ഭംഗിയുള്ള ഡ്രസ്സുകളൊക്കെ ഒരുപാടുണ്ട്. ഒരുപാട് പേഴ്സ് കാലിയാവാതെ നമുക്ക് ഇവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കഴിയും. നിങ്ങളൊന്ന് നോക്കി എന്തോരം കൗണ്ടേഴ്സ് ആണെന്നുള്ളത്. പീക്ക് ടൈമിലൊക്കെ ഇവിടെ നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത രീതിയിൽ വൻ ക്യൂ ആയിരിക്കും. ഇതിപ്പോൾ ഒരു ഉച്ച സമയമായതുകൊണ്ടാണ് ഇങ്ങനെ. ചെല്ലുമ്പോൾ തന്നെ നമ്മളെ നിറയെ അത്തറുകളായിരിക്കും വരവേൽക്കുന്നത്. വളരെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസാണ്. ലോ പ്രൈസ് ആൻഡ് ഹൈ വൈബ്സ്, അതാണ് ക്വാളിറ്റി. ഇലക്ട്രിക് ചോപ്പേഴ്സൊക്കെയാണ്. ഡിസൈൻസൊക്കെ നന്നായിട്ടുണ്ട്. നാട്ടിലൊരു സൺഡേ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് സൗദിയിൽ നമുക്കൊരു ഫ്രൈഡേ ഫീൽ ചെയ്യുക. ഭയങ്കര ലേസി ആയിരിക്കും. അതുപോലെ തന്നെ 6 ദിവസം ജോലി ചെയ്തതിൻ്റെ എല്ലാ ഫ്രസ്ട്രേഷൻസും ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഇറക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്തൊക്കെ പോകാറുണ്ട്, ചില്ല് ചെയ്യാറുണ്ട്. ഇതിപ്പോൾ ഫ്രണ്ട്സൊക്കെ നാട്ടിലേക്ക് പോയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ആരും ഇല്ല. ഞാനും അമ്മയും ഏട്ടനും മാത്രമാകുമ്പോൾ ഞങ്ങൾ ഇങ്ങനെയുള്ള കടകളിലേക്ക് വരും. ഞങ്ങൾക്ക് ഭയങ്കര റിലാക്സേഷനാണ്. അമ്മയ്ക്കും എനിക്കും ഭയങ്കര സന്തോഷവും തോന്നാറുണ്ട്. അതൊരു ഫാക്റ്റാണ്. ചെറിയ കുഞ്ഞുങ്ങളുടെ ആവശ്യത്തിനുള്ള പാമ്പേഴ്സ് തുടങ്ങി ഒരുപാട് ഡിറ്റർജൻസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഡിറ്റർജൻസിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ ഇൻ്റർനെറ്റിനും ഡിറ്റർജൻസിനും ഒക്കെ ഭയങ്കര റേറ്റ് ആണെന്ന് എനിക്ക് വന്ന സമയത്തൊക്കെ തോന്നിയിരുന്നു. അതുപോലെ തന്നെ ടോയ് സെക്ഷനൊക്കെ ഭയങ്കര അടിപൊളിയാണ്. അഫോർഡബിളായിട്ട് വലിയ വലിയ സൈക്കിളുകളും സൈക്കിളിൻ്റെ പല രീതിയിലുള്ള വേർഷൻസും ഇവിടെ കാണാം. ഇതൊക്കെ ഇവിടെ കുട്ടികൾ ഓടിച്ചു പോകുന്ന കാണാൻ നല്ല രസമാണ്. പക്ഷെ ട്രൈ ചെയ്ത് മനസ്സിലാക്കിയത് ഈസി അല്ല. പരിചയം ഇല്ലാതെ ഇതിൽ കയറുകയാണെങ്കിൽ ചിലപ്പോൾ മൂക്കും കുത്തി താഴെ വീഴാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് സോഫ്റ്റ് ടോയ്സിലേക്ക് കിടക്കാം. അതാകുമ്പോൾ അത്ര ഹാംഫുൾ അല്ല. നമുക്കിപ്പോൾ സോഫ്റ്റ് ടോയ്സ് ഒക്കെ കാണിച്ചു കൊടുക്കാൻ കുഞ്ഞുങ്ങളൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കൂടുതലും ടോയ് സെക്ഷനിൽ ഒരുപാട് സമയമൊക്കെ ചിലവഴിക്കാറുണ്ട്. കാള പോലെ വളർന്നിട്ടും പാവയായിട്ടാണ് അവളുടെ നിപ്പെന്നൊക്കെ അമ്മ എന്നെ കളിയാക്കാറുണ്ട്. പക്ഷെ സാരമില്ല, ഞാനത് എൻജോയ് ചെയ്യുന്നു. ഇതൊരു മിനി തയ്യൽ മെഷീനാണ്. കുട്ടികൾക്ക് കളിക്കാനുള്ള കളിപ്പാട്ടമാണ്. പക്ഷേ അമ്മയ്ക്ക് തയ്യൽ മെഷീൻ എവിടെ കണ്ടാലും അപ്പോൾ ഒന്ന് നോക്കണം. അമ്മ ഭയങ്കര അടിപൊളി ഡിസൈനറാണ് കേട്ടോ. അമ്മ സ്വന്തമായിട്ട് ഡിസൈൻസൊക്കെ എടുത്ത് വെച്ചിട്ട് ഡിസൈൻ ചെയ്യും. അമ്മയുടെ മോഡലിന് വേണ്ടി മാത്രമേ തയ്ക്കാറുള്ളൂ. ആ മോഡൽ ഞാനാണ്. അപ്പോൾ തയ്യൽ മെഷീൻ കണ്ടപ്പോൾ അമ്മ ചാടി വീണ കാഴ്ചയാണ് മുമ്പ് കണ്ടത്. ഇതിപ്പോൾ നിറയെ ടോയ്സൊക്കെ ഉണ്ട്. അതായത് വലിയ വലിയ വണ്ടികളൊക്കെ ഉണ്ട് ഇവിടെ. ഇങ്ങനെ കയറിയിരുന്ന് ഓടിക്കാൻ പറ്റുന്ന പാകത്തിലുള്ളത്. അങ്ങനെ ഓരോന്നൊക്കെ നോക്കി മുന്നോട്ട് നടന്നപ്പോൾ നമ്മുടെ ഗൾഫുകാരൊക്കെയുള്ള വീടുകളിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു എൻവലപ്പ് ഞാൻ ഇവിടെ കണ്ടു. ഭയങ്കര നൊസ്റ്റാൾജിയ ആയിരുന്നു. അച്ഛൻ ഗൾഫിലുണ്ടായിരുന്നപ്പോൾ നിറയെ കത്തുകൾ ഞാനും എഴുതിയിട്ടുണ്ട്. നിങ്ങളൊന്ന് നോക്കി, ഇതൊരു പേനയാണ്, പൂവുള്ള പേന. കൊള്ളാമല്ലേ? അത് നല്ല തെളിച്ചമൊക്കെ ഉണ്ട്. പിള്ളേരെയൊക്കെ ആകർഷിക്കാൻ പറ്റിയ കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. അതായത് പഠിത്തക്കാരത്തിന് വേണ്ടിയിട്ട് പേന, പെൻസിൽ, കട്ടറിനൊക്കെ വേറൊരു ഡിഫറെൻറ്റ് ഷേപ്സാണ് ഇവിടെ. നല്ല രസമുണ്ട്. റോബോട്ട് മാതിരിയുള്ള കട്ടറുകളൊക്കെ. ഇതൊക്കെ കാണുമ്പോൾ ഞാനൊരു നാഗവല്ലിയെ പോലെ തോന്നും. എല്ലാം വലിച്ച് വാരി പെറുക്കിയിടും, ഒന്നും വാങ്ങിക്കുകയില്ല. ദാറ്റ്സ് നോട്ട് ഗുഡ്, എനിക്കറിയാം. പക്ഷേ ഇതൊരു സന്തോഷമല്ലേ. എല്ലാം പെറുക്കി അതേ സ്ഥാനത്ത് തന്നെ തിരിച്ച് വെച്ച് ഞാൻ വീണ്ടും മുന്നോട്ട് നടന്നു. ആ ബാഗുകളൊക്കെ കടന്ന് കണ്ണാടി സെക്ഷനിലെത്തി. ഒന്ന് തുറന്ന് നോക്കാം. കുഴപ്പമില്ല കേട്ടോ. മുഖത്തെ എല്ലാ പാടുകളും കറക്റ്റായിട്ട് അറിയുന്നൊരു നല്ല കണ്ണാടിയാണ്. പിള്ളേരുടെയൊക്കെ ബാഗിലൊക്കെ തൂക്കിയിടാൻ പറ്റിയ ഒരുപാട് കീ ചെയിനുകൾ. ഇതൊക്കെ അവരുടെ മിനി ടോയ്സാണ്. അവർ കാണുന്ന കാർട്ടൂൺ കഥാപാത്രങ്ങളൊക്കെ നിറച്ച് വെച്ചിരിക്കുന്ന പോലെ കുറേ കീ ചെയിൻസ് ഉണ്ടായിരുന്നു അവിടെ. അമ്മ ചിലതൊക്കെ നോക്കിയിട്ട് ഇത് ആ കാർട്ടൂൺ ക്യാരക്ടറാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ബുക്സിൻ്റെ സെക്ഷൻസാണ്. 3 ബുക്സിന് 5 റിയാലൊക്കെ ഇവിടെ പേ ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ ഈ ബുക്സ് ഹോൾഡ് ചെയ്ത് വെക്കുന്ന റാക്സൊക്കെ ഇവിടെ കോമൺ ആണ്. ഞാൻ 1-2 മാർക്കേഴ്സ്, വൈറ്റ്നേഴ്സ്, പേന, പെൻസിൽ, അങ്ങനെ എല്ലാം ഇവിടെ ഉണ്ട്. എനിക്കും അമ്മയ്ക്കും ഇവിടെ വരുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം ഫീൽ ചെയ്യും. എന്താണെന്ന് എനിക്കറിയില്ല. വലിയ വലിയ മോളുകളിൽ പോയാലും ഒന്നും കിട്ടാത്തൊരു ഭയങ്കര ഹാപ്പിനെസ് ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നാറുണ്ട്. ചിലപ്പം ഏട്ടനും അച്ഛനും അത് മനസ്സിലാവുന്നുണ്ടാവും. അതുകൊണ്ടാണല്ലോ പറയുമ്പോൾ എല്ലാവരും നമ്മളിവിടെ കൊണ്ടുവരുന്നത്. ഇത് കണ്ടോ, പാത്രങ്ങളും പറയുന്നത് പോലെ കമ്പാരിറ്റീവ്ലി ലോ പ്രൈസാണ് മറ്റു കടകളെ അപേക്ഷിച്ച്. പക്ഷേ അമ്മ ഈ പറയുന്നത് പോലെ ക്വാളിറ്റി ഒന്നും ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ സാധനം വേണ്ടാന്നുണ്ടെങ്കിൽ ക്വാളിറ്റി കുറവാണെന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് പറിച്ച് വാങ്ങിച്ച് വയ്ക്കും. ഇതാ കണ്ടില്ലേ, ഇതൊന്നും ആവശ്യമില്ല. പക്ഷേ ഞങ്ങളിങ്ങനെ നോക്കി നോക്കി മുന്നോട്ട് നടക്കും. അതിൻ്റെ ഇടയിൽ ഞാനൊന്നും പെറുക്കാതെ എന്നാൽ അമ്മയ്ക്ക് അത്രയും സന്തോഷം. ഇത് കണ്ടോ, ഇതൊക്കെ നമ്മൾ റീൽസിൽ കാണുന്ന ആ ഒരു ചായപാത്രമാണ്, ഗ്ലാസിൻ്റെ.
പക്ഷേ റീൽസിൽ കാണാനേ കൊള്ളാവുള്ളൂ. ചായ ഉണ്ടാക്കാൻ പറ്റൂല. ആകെ ഒരു ഗ്ലാസ്സൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് നിറഞ്ഞു തൂവി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ വാങ്ങിച്ചില്ല. നോക്കി കണ്ടു സന്തോഷമായി തിരിച്ചു പോന്നു. ഈ ജഗ് കണ്ടോ, ഇത് എവിടെ കണ്ടാലും അമ്മയ്ക്ക് നൊസ്റ്റാൾജിയ അടിക്കും. അമ്മ സൗദിയിൽ വന്നിട്ട് ഒരു 20-25 വർഷത്തോളമായി. അപ്പോൾ ആ സമയത്ത് എല്ലാ വീടുകളിലും ഉണ്ടായിരുന്ന ഒരു പാത്രമാണിതെന്നാണ് അമ്മ പറയാറ്. ഞാനത് എവിടെ കണ്ടാലും എടുത്ത് നോക്കുകയും ചെയ്യും. അമ്മ ഇങ്ങനെ പറയുന്നതുകൊണ്ട് എനിക്കൊരു കൗതുകമാണ്. പിന്നെ നമ്മൾ ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ വെക്കുന്ന സെക്ഷനിലേക്ക് നീങ്ങി. ഇതാ കണ്ടില്ലേ, ഞാൻ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്ന പാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരാവശ്യവും ഇല്ല. പക്ഷേ അമ്മ അപ്പം തന്നെ ക്വാളിറ്റി ഒന്നുമില്ല, വളരെ കുറവാണ് എന്ന് പറഞ്ഞ് എൻ്റെ നിന്ന് പിടിച്ച് പറിച്ച് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ആവശ്യമില്ലാത്ത സാധനങ്ങൾ അമ്മ എടുക്കാറില്ല. ഞാനും പൊതുവേ എടുക്കാറില്ല. എന്നാലും ഇങ്ങനെ കൗതുകം കൊണ്ട് കുറേയൊക്കെ പിടിച്ച് നോക്കുമ്പോൾ അമ്മ നൈസിന് പിടിച്ച് വാങ്ങിച്ച് വയ്ക്കും. എന്തിനാ അത്, ആവശ്യമില്ലല്ലോ എന്ന പോലെ. ഈ ട്രേകളൊക്കെ ആവശ്യത്തിൽ കൂടുതൽ വീട്ടിലുണ്ടായാലും പുതിയത് കാണുമ്പോൾ ഞാനൊന്ന് പെറുക്കി നോക്കും. ഇതൊക്കെ എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് ഫീൽ ചെയ്യുന്നത് ഇപ്പോഴാണ്. ഈ ഒരു സമയത്താണ് ഞാൻ കിച്ചൺ അല്ലെങ്കിൽ എൻ്റെ ഒരു കുടുംബജീവിതത്തിലേക്ക് കടന്നപ്പോഴാണ് ഇതിൻ്റെ ഒരു രസം എനിക്ക് മനസ്സിലായി തുടങ്ങിയത്. അല്ലാത്ത സമയത്തൊക്കെ ഈ ഒരു പാത്ര സെക്ഷനിലൊന്നും ഞാനങ്ങനെ കയറാറേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് പാത്രങ്ങളുണ്ടാകുന്ന കൗതുകവും ഇഷ്ടമൊക്കെ എനിക്കിപ്പോഴാണ് മനസ്സിലാകുന്നത്. ഇപ്പോഴാണ് എനിക്ക് എല്ലാം അടുക്കി പെറുക്കി വയ്ക്കാനും അല്ലെങ്കിൽ എല്ലാം സ്റ്റോർ ചെയ്ത് വയ്ക്കാനുള്ള ബോക്സസിൻ്റെ ആവശ്യകതകളും അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഹാപ്പിനെസ്സും ഒക്കെ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയത് എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ്. ഇവിടെ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. നമുക്കിപ്പോൾ എന്തിൻ്റെയെങ്കിലും വിലയ്ക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലെ QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റേറ്റ് തെളിഞ്ഞ് കാണും. ഇതൊക്കെ പെറ്റ് ലവേഴ്സിനുള്ളതാണ്. അതായത് പൂച്ചകളെയൊക്കെ ഇട്ട് വയ്ക്കുന്ന കൂട, അതുപോലെ തന്നെ നായ്ക്കുട്ടികൾക്കുള്ളത് വേറെ. എനിക്ക് പൂച്ചയും പട്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നമ്മുടെ ഒരു പെറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വില്ലയല്ല, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് അല്ല. അതുകൊണ്ട് ഇവിടെ പെറ്റ്സ് ഒന്നും അലൗഡ് അല്ല. എനിക്ക് തോന്നുന്നത് പ്രവാസത്തിലൊന്നും ആരും പെറ്റ്സിനെ കൂടുതൽ വളർത്താത്തത് അവരെ പിരിയാനുള്ള ഒരു വിഷമം കൊണ്ടാണ്. നമ്മൾ നാട്ടിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ നോക്കുന്നത് പോലെ നമ്മളുടെ പെറ്റ്സിനെ ഒന്നും ആരും നോക്കില്ല. വെറുതെ നമ്മളവരെ വാങ്ങിച്ച് വിഷമിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. അച്ഛൻ വരുമ്പോൾ ഇവിടുത്തെ ടൂൾസിൻ്റെ ഒരു സെക്ഷനിലൊക്കെ കയറി നോക്കാറുണ്ട്. അച്ഛൻ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഏട്ടൻ വരുമ്പോൾ ഈ പറയുന്ന പോലെ കാറും ടോയ്സും, അതെല്ലാം ഞാനും അമ്മയാണെങ്കിൽ ഇങ്ങനെ എല്ലാ സെക്ഷൻസിലും ആവശ്യമുള്ളതും ഇല്ലാത്തതിലും ഒക്കെ കയറി ഇറങ്ങാറുണ്ട്. അങ്ങനെ മുന്നോട്ട് നടന്നപ്പം നാരങ്ങ പിഴിയാൻ വേണ്ടിയിട്ട് ഞാനിത് നോക്കി നടക്കായിരുന്നു. എന്തായാലും അത് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ ബാത്റൂമിൽ ഷവറിൽ ഹാങ് ചെയ്തിടാൻ പറ്റുന്നൊരു റാക്കാണ്. ദാറ്റ് മീൻസ് നമ്മൾ ഷാമ്പും സോപ്പും ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കാം. പക്ഷേ ഇത് പെട്ടെന്ന് റെസ്റ്റ് പിടിക്കുമെന്ന് അമ്മ പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ അതങ്ങ് തിരിച്ചു വെച്ചു. അതുപോലെ തന്നെ എനിക്ക് ഓർഗനൈസേഴ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാൻ ഇഷ്ടമാണ്. ഇവിടുത്തെ ഓർഗനൈസേഴ്സിന് കുറച്ച് റേറ്റ് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. 45 റിയാൽ 50 റിയാലൊക്കെ നല്ല ഓർഗനൈസേഴ്സാണ്. പക്ഷേ അത് കുറച്ച് കൂടുതലാണോ എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. ഇതാ കണ്ടില്ലേ ആ വലുത് ഞാൻ പിടിച്ചിരിക്കുന്നത്, അതിനൊരു 103 റിയാലൊക്കെ വരും. നിങ്ങൾക്ക് റിയാൽ എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ടോ? ഒരു റിയാൽ ഇപ്പോൾ ഒരു 23 രൂപയൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ഇന്ത്യൻ റുപ്പി അനുസരിച്ചിട്ട്. അപ്പോൾ 100 റിയാലൊക്കെ ആകുമ്പോൾ 2000-ന് മേലെ 2300 ആ ഒരു റേഞ്ചിനൊക്കെ പോകാറുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന പോലെ നമുക്കൊരു 2300 രൂപയ്ക്ക് ആ ഓർഗനൈസർ വാങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവില്ലേ? സത്യത്തിൽ ഇങ്ങനെ റിയാൽ രൂപയായിട്ട് ഞാൻ ആദ്യം വന്ന സമയങ്ങളിലൊക്കെ നന്നായിട്ട് കൺവേർട്ട് ചെയ്ത് ആലോചിച്ചൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ അത് അത്ര നല്ല സ്വഭാവമല്ല. നമ്മൾ പെട്ടെന്ന് വറീഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇവിടെ നിൽക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ബെറ്ററായി. എന്നാലും നമ്മൾ മലയാളികളല്ലേ, അതിൻ്റെ ഒരു പിടുത്തം എനിക്കുണ്ട്. അതുപോലെ തന്നെ എക്സാക്ട്ലി അമ്മയ്ക്കും അതുണ്ട്. ഏട്ടനും ഇവിടെയൊക്കെ ജനിച്ച് വളർന്നുകൊണ്ട് ഏട്ടനും പക്ഷേ അത്രയ്ക്കൊന്നും അതൊന്നും ചിന്തയില്ല. ഏട്ടനായാലും മുത്തിനായാലും അങ്ങനെ ഒരു ചിന്ത അവർക്കില്ല. അവരെപ്പോഴും ഇന്ത്യൻ റുപ്പി റിയാലായിട്ട് കൺവേർട്ട് ചെയ്താണ് ചിന്തിക്കുന്നത് പോലും. എൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു സാധനത്തിനകത്തോട്ട് നമ്മളൊരു കൊക്കക്കോളയുടെ കുപ്പി അമർത്തി വയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ പൈപ്പ് തുറക്കുമ്പോൾ ഈ ഫ്ലോ അത് കൺട്രോൾ ചെയ്യും. പക്ഷേ ഇതിന് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. പക്ഷേ എടുത്തു കേട്ടോ. അത്യാവശ്യം ഓഫറിൽ ചെറിയ ചെറിയ കറികളൊക്കെ വിളമ്പുന്ന പാത്രങ്ങളുണ്ടായിരുന്നു. അങ്ങനെ അതും കുറച്ച് വാങ്ങിയിട്ടുണ്ട്. ഇതൊന്നും വീട്ടിലില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്നാലും വാങ്ങുക എന്നുള്ളത് ഒരു സന്തോഷമാണ്. ഓഫേഴ്സൊക്കെ അങ്ങനെ എപ്പോഴും ഒന്നും കിട്ടില്ല. ഇവിടെ വളരെ റെയറാണ്. അതുകൊണ്ട് തന്നെ ഓഫറുള്ള സമയത്ത് നമ്മൾ വാങ്ങി എടുത്തു വയ്ക്കുക എന്നുള്ളതാണ്. നിങ്ങൾ കണ്ടോ ഇത് എത്ര വലിയൊരു ഷോപ്പാണെന്നുള്ളത്? 2 നിലയിലായിട്ട് നിറയെ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോർ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. നിറയെ ഡ്രസ്സിൻ്റെ സെക്ഷൻസ്, ചെരുപ്പ്, ബാഗ്, ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ അവിടെയുണ്ട്. ഞാൻ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഒരു ഡബിൾ ഷെയ്ഡ് ഷോളാണ്. ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടു. പക്ഷേ 23 റിയാലായിരുന്നു. അതെനിക്കത്ര അഫോർഡബിൾ ആയിട്ട് തോന്നിയില്ല. അതായത് അതിന് 23 റിയാൽ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമുണ്ടോ എന്നൊരു തോട്ട് വന്നു എനിക്ക്. പിന്നെ മുന്നോട്ട് നടന്നപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാം, ഇഷ്ടംപോലെ അബായ ഷ്രഗ്സൊക്കെ ഉണ്ട് ഇവിടെ. ഒരു 65 to 85 റിയാലിനൊക്കെ അടിപൊളി അബായസ് ഉണ്ട്. ഇതൊക്കെ പുറത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 160 up to 200 വരെ ഇതിൻ്റെ റേറ്റ് വീഴും. അപ്പോൾ ഇത് ഭയങ്കര അഫോർഡബിൾ ആണ് ഇവിടെ താമസിക്കുന്നവർക്ക്. ഞാനൊരു ഹോസ്പിറ്റൽ സ്റ്റാഫാണ്, ഒരു റേഡിയോഗ്രാഫറാണ്. അപ്പം എനിക്ക് തലയിൽ കെട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഷോൾ തിരയുന്നതൊക്കെയും. ഞാൻ തലയിൽ മഫ്ത പോലെ ഷോൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ പൊതുവേ അപായകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ഇപ്പം അപായമൊന്നും മസ്റ്റല്ല. സൗദി ഒരുപാട് മാറിയിരിക്കുന്നു. പക്ഷേ എനിക്കിവിടുത്തെ കൾച്ചർ ഇഷ്ടമായതുകൊണ്ട് ഞാനത് ഫോളോ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അമ്മയും അങ്ങനെ തന്നെയാണ്.
നമ്മളൊരു രാജ്യത്ത് ജീവിക്കുമ്പം അവരെ റെസ്പെക്റ്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് മാത്രം. ഇവിടെ ഒരുപാട് കിഡ്സ് കളക്ഷൻസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ടീഷർട്ടും പാൻസും എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. വലിയൊരു സൈഡ് മൊത്തത്തിൽ ചെരുപ്പുകൾക്കായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. ഫുള്ളി അങ്ങോട്ട് ഡിവൈഡ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് ചെരുപ്പുകളുണ്ട്. നമുക്കിപ്പോൾ ചെരുപ്പുകളുടെ ആവശ്യമൊന്നുമില്ല, എങ്കിലും വെറുതെ പോയി എല്ലാം ഒന്ന് എടുത്ത് നോക്കും. ഇല്ലെങ്കിൽ ഒരു മനസ്സമാധാനമില്ല. കൗതുക ലേശം കൂടുതലാണെന്ന് വിചാരിച്ചാൽ മതി. കയ്യിൽ സാധനം എടുക്കുമ്പോൾ നമുക്കറിയാം കേട്ടോ അതിൻ്റെ ക്വാളിറ്റി. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ചെരുപ്പുകളാണ്. ഒരുപാട് ലോക്കൽ സൗദീസൊക്കെ ഇവിടെ വന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ കാണാം 10, 20, 25 കൗണ്ടറുകൾ വരെയുണ്ട്. അതൊരു പീക്ക് ടൈം ഒക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ തന്നെ ക്യൂ ഇഷ്ടം പോലെ ആയിരിക്കും. ബാഗുകളും പെട്ടികളും നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് ലഭിക്കുന്നുള്ളതാണ്. പ്രവാസികൾക്കൊക്കെ ഭയങ്കര അനുഗ്രഹമാണ് ഇങ്ങനെയുള്ള കടകൾ. ഇവിടെ ഒരുപാട് കടകളുണ്ട് കേട്ടോ ഇങ്ങനെ. അതിപ്പം നിങ്ങൾക്ക് റിയാദിലോ ജിദ്ദയിലോ അല്ലെങ്കിൽ പുറത്ത് ജീവിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഭയങ്കര റിലേറ്റബിൾ ആയിരിക്കും. ഇങ്ങനെയുള്ള കടയിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ മോളുകളിൽ പോകുന്നത് പോലെയല്ല. നമ്മളുടെ കയ്യിൽ കുറച്ച് പൈസ ആയിട്ട് പോയാൽ നമുക്കിങ്ങനെ ബില്യണറെ പോലെ സാധനങ്ങൾ വാങ്ങിക്കുക എന്നൊക്കെ പറയൂലേ. നല്ല നല്ല ബാഗുകളൊക്കെ ഉണ്ട് കേട്ടോ. അതിപ്പം അഫോർഡബിൾ ആയിട്ടുള്ളതുകൊണ്ട് അല്ലാതെ കുറച്ചുകൂടി കൂടുതലായിട്ടുള്ളതുകൊണ്ട്. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യൻ റുപ്പിയായിട്ട് നമ്മൾ റിയാലിനെ ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് നോക്കരുത് നോർമലി. ഇവിടുത്തെ 1 രൂപ അല്ലെങ്കിൽ 1 റിയാൽ എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല 23 രൂപയാണ്. അതായത് എന്ന് കരുതി നമ്മൾ ചിന്തിക്കുന്ന ഒരു സാധനം, ഇവിടുത്തെ 1 റിയാൽ ഇവിടുത്തെ 1 രൂപയുടെ മൂല്യമാണ് സൗദികൾക്കുള്ളത്. നമ്മൾ 1 രൂപയെന്ന് പറയുന്നു, അവർ ഇവിടെ 1 റിയാൽ എന്ന് പറയുന്നു. നമുക്കാണത് വളരെ 23 രൂപയാണ് എൻ്റെത് എന്ന് ചിന്ത വരുമ്പോൾ നമുക്ക് എല്ലാ സാധനങ്ങളും എടുക്കുമ്പം ജസ്റ്റ് ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. മാനസികമായിട്ടും അതെ, ഇങ്ങനെ പിടുത്തം വെക്കണം എന്നൊക്കെ ഉള്ളവർക്ക് പ്രത്യേകിച്ച്. ഞാനിവിടെ വരുന്നത് ഒരു 3 വർഷം മുൻപെയാണ്. ആദ്യമായിട്ട് ഞാൻ സൗദി അറേബ്യയിൽ വരുന്നത്, ജോലിക്ക് വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് സാലറി കിട്ടി കഴിഞ്ഞ് ഞാൻ ഷോപ്പിങ്ങിനൊക്കെ, ഞാൻ ലുലുവിലായിരുന്നു കൂടുതലും പോകാറുണ്ടായിരുന്നത്. ലുലുവിലൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് ഇവിടുത്തെ പോലെയല്ല, ലുലുവിൽ കുറച്ചുകൂടി റേറ്റ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും, പ്രത്യേകിച്ച് മലയാളികൾക്ക് വേണ്ടത്. പക്ഷേ എന്നിരുന്നാലും എന്ത് സാധനം എടുക്കുമ്പോഴും ഞാൻ ആദ്യമായിട്ട് വരികയും കൂടി ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അയ്യോ ഇത്ര പൈസയായോ, അത് ഈവൻ ഒരു ഏത്തപ്പഴം വാങ്ങിക്കാൻ പോലും ഞാനിങ്ങനെ ഓർക്കും, അയ്യോ 1 കിലോ ഏത്തപ്പഴത്തിന് ഇത്രയായോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു ഞാനായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം ഞാൻ കുറേ മാറിയിട്ടുണ്ട്. എന്ന് കരുതി ഫുള്ളി മാറിയിട്ടുമില്ല. ഒരു പിടുത്തം നമുക്ക് എപ്പോഴും വേണമല്ലോ. നിങ്ങൾ നോക്കിയേ, വീട്ടിൽ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഒരുപാട് പൂക്കൾ കൊണ്ടുള്ള ഭയങ്കര ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ ഇവിടെ കാണാം. നല്ല രസമാണ്. അത് വെക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ടൈപ്പ് വെസൽസും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അതുപോലെ തന്നെ കാണുന്ന കാഴ്ചകളൊക്കെ ഭയങ്കര അടിപൊളിയാണ്. എനിക്കിങ്ങനെ പുതിയ പുതിയ സാധനങ്ങൾ കാണാനും ഇങ്ങനെ ക്യാൻഡിൽ വയ്ക്കുന്ന ഹോൾഡേഴ്സൊക്കെ ഇവിടെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. കൊള്ളാം, രസമാണ്. ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കുമ്പോൾ നമ്മൾ സമയം പോകുന്നത് അറിയേയില്ല. എല്ലാം ഒന്നും വാങ്ങണ്ട, നമുക്ക് വെറുതെ എല്ലാം ഒന്ന് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം തോന്നത്തില്ല. വീട്ടിലേക്ക് വേണ്ടുന്ന ക്ലീനിങ് ഐറ്റംസും അതുപോലെ തന്നെ ഷോക്കേസിൽ വെക്കാൻ പറ്റുന്ന കുറേ ഐറ്റംസും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് എല്ലാം വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കടയിൽ മാത്രം കയറിയാൽ മതി എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. ഇതൊക്കെ സൗദി അറേബ്യയുടെ മിനിയേച്ചേഴ്സാണ്. അൽബലത്തും അല്ലൂലയും ഒക്കെ പോലെയുള്ള സ്ഥലങ്ങൾ ചെറിയ ചെറിയ മിനിയേച്ചറാക്കിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ. അല്ലൂലയിൽ ഞാൻ പോയിട്ടുണ്ട്, അതിൻ്റെ വ്ളോഗൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബലത്തിൻ്റെ നൈറ്റ് വ്യൂസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെയാണ് ഈ ഒരു ചെറിയ മിനിയേച്ചറിൽ കാണുന്നത്. അതുപോലെ തന്നെ ഹോം അപ്ലയൻസസ് എല്ലാം ഏകദേശം ഇവിടെ ഉണ്ട്. എന്തായാലും നമ്മുടെ പർച്ചേസൊക്കെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ്. ആക്ച്വലി എനിക്കൊരു ഫ്രീ തെറാപ്പിയാണ്. എനിക്ക് യാത്രകൾ പോകുന്നത് പോലെ തന്നെ ഇഷ്ടമാണ് ഇങ്ങനെയുള്ള കടകൾ എക്സ്പ്ലോർ ചെയ്യാനും. അത്യാവശ്യം നല്ലൊരു പർച്ചേസായിരുന്നു. ഓഫേഴ്സൊക്കെ വാലിഡ് ആണോ എന്ന് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ പർച്ചേസൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി. എന്തായാലും ഈ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്ത ചാനൽ. താങ്ക് യു.